ഇന്ന് പുതിയ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം. മൂവാറ്റുപുഴ MC റോഡിലാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ഷോപ്പിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങൾ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മൂവാറ്റുപുഴയാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ. ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. സോ കളക്ഷൻസ് ആയിരുന്നായിട്ട് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരുന്നൊരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും. നല്ലൊരു റോസ് ഗോൾഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു പീച്ചിഷ് റോസ് ഗോൾഡ് ഷെയ്ഡിലേക്ക് വരും. ആൻഡ് എല്ലാ പ്രാവശ്യത്തെയും ഷെയ്ഡിന് ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. ഒരേ ഷെയ്ഡ് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത ഷെയ്ഡ് തന്നെ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ആരും ഓർഡർ ചെയ്യരുത്. ഈ ഷെയ്ഡ് കുറച്ചൊരു റോസ് ഗോൾഡ്, ഒരു പിങ്കിഷ് അണ്ടർടോൺ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. 320 ആണ് പെർ മീറ്റർ റേറ്റ്, 44 ഇഞ്ചസ് വിട്ട്. നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ വേർതിരിക്കുന്നതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ വേർതിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത ഷെയ്ഡിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫാബ്രിക്കാണ്. ഈ പ്രാവശ്യം കുറച്ചുകൂടി ഒരു ലൈറ്റർ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കുറച്ചുകൂടി ഡീപ്പ് ആൻഡ് ബ്രൈറ്റ് ടോണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ടോണാണ് വന്നിരിക്കുന്നത്. ഒരു മെറ്റാലിക് ഷെയ്ഡിലേക്ക് വരും. രണ്ടും നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേ പെർഫെക്ഷനിലെ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും. ഇതിൻ്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു മെറ്റാലിക് കോഫി ഷെയ്ഡ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. 320 ആണ് പെർ മീറ്റർ റേറ്റ്. നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഇത് ഞാൻ എടുത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നൊരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും. 320 ആണ് പെർ മീറ്റർ റേറ്റ്, 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. ആൻഡ് ഈ ഫാബ്രിക്കിലുള്ള ചുളിവുകൾ ഇതിനകത്ത് ഉണ്ടാവില്ല. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ അയൺ ചെയ്താൽ പോകുന്ന ചുളികളാണ് ഇതിനകത്തെല്ലാം ഉള്ളത് കേട്ടോ. 44 ഇഞ്ചസ് വിട്ട് 320 പെർ മീറ്റർ. അടുത്തൊരു റെഡിഷ് മെറൂൺ ടോണാണ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും. ഇതിൻ്റെ ഒരു സിമിലർ ടോൺ ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ വരും. 320 പെർ മീറ്റർ. നെക്സ്റ്റ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഒരു പ്രത്യേക ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോൺസിനും ചേരുകയും ചെയ്യും. ആൻഡ് ഫസ്റ്റ് ടൈം ഈ ഫാബ്രിക് കാണുന്നവർക്ക് ഇത് ഗജി സിൽക്കാണ്. ഉള്ളിൽ കോട്ടൺ ആയിരിക്കും വരുന്നത്. ഇത് കണ്ടോ, ഉള്ളിൽ ഇതുപോലെ കോട്ടൺ ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, പുറമേ നമ്മുടെ മൊഡാൽ സിൽക്ക് പോലത്തെ സിൽക്ക് ഫാബ്രിക്കാണ് വരുന്നത്. 44 ഇഞ്ചസ് ആണ് വിട്ട്. നമുക്ക് ടോപ്പിനും ബോട്ടത്തിനും 4.5 മീറ്റേഴ്സ് എടുത്ത് കോഡ് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. 2.5 മീറ്റേഴ്സ് ആണ് ടോപ്പിന് വേണ്ടത്, 2 മീറ്റേഴ്സ് ബോട്ടത്തിനും. പിന്നെ നമ്മുടെ സൈസ് അനുസരിച്ച് എടുക്കാം. കോഡ് സെറ്റ് തയ്ക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതിൻ്റെ ടോപ്പും ബോട്ടും ഒരുമിച്ച് ഒരേപോലെ തയ്ച്ചിട്ടാലാണ് കൂടുതൽ അതിൻ്റെ ഭംഗി കിട്ടുന്നത് കേട്ടോ. ചില ആളുകൾ ടോപ്പ് മാത്രം എടുത്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോട്ടത്തിന് വരും. പിന്നെ നമുക്ക് ആ സെയിം ആ ഒരു 2 ടോണിലുള്ളത് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ ഒരുമിച്ച് എടുത്തോളാം. ഇങ്ങനെ വരും. നെക്സ്റ്റ് അടിപൊളി ബേൺഡ് ഓറഞ്ച് എന്ന് പറയാം. അങ്ങനത്തെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ബേൺഡ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സിമിലർ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. അടിപൊളി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. 320 ആണ് പെർ മീറ്റർ റേറ്റ്, 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നേക്കുന്നത്. നെക്സ്റ്റ് അവൈലബിൾ ഷെയ്ഡ് ഇതാണ്. നല്ലൊരു കോഫി ബ്രൗൺ, നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ഇങ്ങനെ വരും. എൻ്റെ ഇന്നത്തെ നെക്ക് ഇങ്ങനത്തെ ഒരു സ്കാലപ്ഡ് റൗണ്ട് നെക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കോളർ നെക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈഡ് ആയിട്ടുള്ള നെക്കോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. 320 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചില്ലി റെഡ് ടോണാണ്. നല്ല ചില്ലി റെഡാണ് കേട്ടോ. ഇങ്ങനെ വരും. 320 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. നെക്സ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പുതിയ പ്രിൻറ്റ്. കോട്ടണിൽ പുതിയ അടിപൊളി പ്രിൻറ്റ് വന്നിട്ടുണ്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കുറച്ച് 2 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരേ പ്രിൻറ്റിൽ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രിൻറ്റ് നമുക്ക് 2 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചസ് വിത്ത് 220 പെർ മീറ്ററിൽ പ്രീമിയം കോട്ടണിൽ വരുന്ന അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രിൻറ്റ് കണ്ടോ, നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ്. നമുക്ക് കാഷ്വൽ ഡ്രസ്സിനും ഫ്രോക്കിനും ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇതാ ഇങ്ങനെ വരും. അടിപൊളിയായിട്ട് നമുക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. 220 ആണ് പെർ മീറ്റർ റേറ്റ്, 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. ഫ്ലോറൽ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഓറഞ്ച് ആണ്. ഇങ്ങനെ വരും. ഓറഞ്ച് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമുക്ക് നല്ല റിവ്യൂവും റെസ്പോൺസും ഉള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് പുതിയ പ്രിൻ്റ് നമുക്ക് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ വരും. 220 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. നെക്സ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ വരുന്നു. അടിപൊളി ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണ് കേട്ടോ. അതിൻ്റെ ഫ്ലവേഴ്സ് നല്ലൊരു റെയർ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് ആണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഫാബ്രിക് നമുക്ക് തൊടുമ്പോൾ തന്നെ ആ ഒരു ഭയങ്കര ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ഒരു
പ്രീമിയം ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരും പ്രിൻറ്റ്. ബ്ലാക്കാണ് ബേസ് കളർ വന്നിരിക്കുന്നത്. പിങ്കും റെഡും ഒക്കെയാണ് അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളേഴ്സ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റാണ്. 220 ആണ് പെർ മീറ്റർ റേറ്റ്. ഇത് ആക്ച്വലി ഇതിൻ്റെ റെഡും കൂടെ ഉണ്ടായിരുന്നു. റെഡ് ഓൾമോസ്റ്റ് നമുക്ക് തീരാറായിട്ടുണ്ട് കേട്ടോ. ഷോപ്പിൽ നിന്ന് കുറേ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമാണ് ഇപ്പോൾ ഓൺലൈനിൽ കാണിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വരും 220 പെർ മീറ്റർ. നെക്സ്റ്റ് പ്രിൻറ്റഡ് ഹക്കോബ ഫാബ്രിക്കാണ്. ഫസ്റ്റ് ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും. നല്ലൊരു ഗ്രേ, ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫാബ്രിക് വരുന്നത്. 295 ആണ് പെർ മീറ്റർ റേറ്റ്. ക്ലോസ് ലുക്ക് വേണ്ട ഫാബ്രിക്കിൻ്റെ ഇങ്ങനെ വരും. ഡാർക്ക് ഗ്രേയും ബേസ് കളറിന് പേസ്റ്റിലൊരു നല്ലൊരു ഗ്രേ ടോണ്, പിന്നെ ഒരു ഓഫ് വൈറ്റും ഉണ്ട്. ഓഫ് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. 295 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നല്ല ഡാർക്ക് ഒരു പീച്ച് ടോണാണ് കേട്ടോ. ഒരു ഓറഞ്ചിഷ് പീച്ച് ടോണിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു പിങ്കിഷ് പീച്ച് ടോൺ, അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. രണ്ടും നല്ല ഷെയ്ഡാണ്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. 295 ആണ് പെർ മീറ്റർ റേറ്റ്. ഇങ്ങനെ വരും. സോഫ്റ്റ് ഒരു മൽക്കോട്ടൺ പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. 295 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിട്ട്. നെക്സ്റ്റ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ബനാറസി ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ആയിട്ട് ഫാബ്രിക് നോക്കിക്കും. ഇങ്ങനെ വരും. ഇതാണ് ത്രെഡിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത്. ബേസ് കളർ ഒരു പേസ്റ്റൽ ഒരു പീച്ച് ടോണിലേക്ക് വരുന്നു. ബനാറസി ചന്തേരി 410 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിട്ട്. 4 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു പീച്ചാണ്. നെക്സ്റ്റ് യെല്ലോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരും. കളർ കോമ്പിനേഷൻസ് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇത് 1 ലെയർ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ലൈനിങ് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഫുള്ള് ബണ്ടിലായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ് എല്ലോ ആണ്. പക്ഷേ ഇത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്ക് വരും. 410 പെർ മീറ്റർ. 44 ഇഞ്ചസ് വിട്ട്. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു പൗഡർ ബ്ലൂ. ഇങ്ങനെ വരും. പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസ് സെയിം തന്നെയാണ് വരുന്നത്. അടുത്തത് വന്നേക്കുന്ന ഈ ഒരു രാമ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡിലേക്ക് ഒരു ചെറിയൊരു രാമ ഗ്രീൻ്റെ ഒരു അണ്ടർടോണും ഉണ്ട്. നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും നമുക്ക് അവൈലബിൾ അല്ല. പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ ഷാൻറ്റൂണിലോ കോട്ടണിലോ ഡൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഡൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വരും. അധികം അങ്ങനെ കൊണ്ടുവരാത്തൊരു ഷെയ്ഡാണിത്. 410 പെർ മീറ്റർ. 44 ഇഞ്ചസ് വിട്ട്. ഇങ്ങനെ വരും.